കാലം വരെ ഈ ഫുട്ബോളിൽ ഏകദേശം 32 ടീമായിരുന്നു കളിച്ചത്. 35. അതിപ്പം 48. അതെ. ഈ കുറച്ച് ടീമുകൾ കളിച്ച് ആ ഒരു ആവേശത്തോടെ കളി കണ്ടിരുന്ന കാലത്ത് നിന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ ചോദിച്ചു, അല്ല കളി ഒന്നും കണ്ടില്ലേ? ആ ക്വാർട്ടറൊക്കെ തുടങ്ങട്ടെ എന്നിട്ട് കാണാം. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറാൻ, അതായത് ഇതിൻ്റെ ഒരു ആവേശം അല്ലെങ്കിൽ ഇതിൻ്റെ കളിയുടെ ക്വാളിറ്റി ഇങ്ങനെയുള്ളതിനെ ഒക്കെ ഇത് ബാധിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ എന്തും അമിതമായ, ഇപ്പോൾ നമുക്ക് മൈസൂർ പാക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ആയിരക്കണക്കിന് കിലോ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്ന പോലെ തന്നെ ഇത്രയും വേണോ നമ്മുടെ ലോകകപ്പ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിക്കുന്ന രീതിയിൽ കുറച്ച് സംഭവിച്ചിട്ടുണ്ട്, 1% വരെ. പക്ഷേ ചില ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് വരുന്നത് നമുക്ക് കൃത്യം പറയാൻ പറ്റും. കൂടുതൽ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ രാജ്യം. ഇപ്പോൾ കേപ്പ് വെറുതെ ഇത്തവണ അർജന്റീനയെ വിറപ്പിച്ചില്ലേ, സ്പെയിനെ ഡ്രോ പിടിച്ചില്ലേ. ഒരു രാജ്യമുണ്ടെന്ന് അവർക്ക് പോലും മനസ്സിലായത് ഈ ലോകകപ്പ് കാരണമല്ലേ, തങ്ങളൊരു രാജ്യമാണെന്ന് എല്ലാവരും അവരെ അംഗീകരിച്ചു, എല്ലാവരും പുറത്ത് കെട്ടി അഭിനന്ദിച്ചു. ഇനി കേപ്പ് വെറുതെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ടീമിന് ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ഒരു എക്സ്ട്രാ കുറച്ച് ടീമുകളെ ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ അത് ഏറ്റവും നല്ല ഉദാഹരണം നോർവേ. ഈ എർലിംഗ് ഹാലൻഡ് ഉള്ളിലേക്ക് എത്താൻ കാരണം എന്താണ്? നോർവേ വലിയ ടീമായതുകൊണ്ടല്ല, നോർവേ മോശം ടീമാണ്. കഴിഞ്ഞ തവണയൊക്കെ അവർക്ക് പ്രവേശനമേ കിട്ടിയില്ല. 21 വയസ്സുകാരനായ എർലിംഗ് ഹാലൻഡ് ഉഗ്രൻ കളിക്കാർ, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളായിരുന്നു അക്കാലത്ത് പോലും. അത് ഫുട്ബോൾ നന്നായിട്ട് അറിയുന്ന ചിലർക്ക് മാത്രമേ അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നുള്ളൂ, ആർക്കും വേറെ പരിചയമില്ല. തവണ കുറച്ചുകൂടി ടീമിനെ യൂറോപ്പിൽ നിന്നും ടീമിൽ വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് പ്രവേശനം കിട്ടിയ സമയത്ത് 32-48 ആയപ്പോൾ എർലിംഗ് ഹാലൻഡിനും കളിക്കാൻ അവസരം കിട്ടി. ഇപ്പോൾ മനസ്സിലായി ഹാലൻഡ് എന്താണെന്നുള്ളത്. അവസരം കിട്ടിയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു ഗുണവും ഇതിലുണ്ട്. അതേസമയം അമിതമായാൽ എല്ലാം ബോറടിക്കും എന്നുള്ള ഒരു പ്രശ്നവും ഉണ്ട്. രണ്ടും ശരിയാണ്. അത് പ്രൊഫഷണലിസം അങ്ങ് വല്ലാണ്ട് ശരി, പ്രൊഫഷണൽ ഫുട്ബോൾ അതിന് പ്രൊഫഷണലിസം വേണം. പക്ഷേ ഇതങ്ങ് 100% പ്രൊഫഷണലിസം ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ മൗലിക പ്രതിഭ എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്. അത് ഇതിന് മാത്രമല്ല, എല്ലാ രംഗത്തും ഉണ്ട്. ക്രിക്കറ്റിലുണ്ട്. അതെ ഉണ്ട്. കാരണം പരിശീലനത്തിലൂടെ അങ്ങേയറ്റം പെർഫെക്ഷനിലെത്തിയ കുറേ കളിക്കാർ മാത്രമാവുമ്പോൾ ഇതൊന്നും അല്ലാത്തൊരു ഭ്രാന്തൻ കളിക്കാരൻ എവിടുന്നോ വന്നങ്ങ് അതിനൊരു രസമുണ്ട്. അതെ, അത് എൻ്റെ അഭിപ്രായത്തിൽ ഫുട്ബോളിലല്ല, ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെസ്സിലാണ്. ചെസ്സിൽ ഇന്ന് മനഃപ്പാഠം പഠിക്കൽ മാത്രമേ ഉള്ളൂ, പ്രതിഭ കാണിക്കലില്ലേ ഇല്ല. ആരാണോ കൂടുതൽ മെമ്മറൈസ് ചെയ്യുന്നത്, ആരാണോ കൂടുതൽ പുസ്തകവും വെബ്സൈറ്റും നോക്കി അതിൻ്റെ പ്രാഥമിക തന്ത്രവും മധ്യതന്ത്രവും അന്ത്യതന്ത്രവും പഠിച്ചു വയ്ക്കുന്നത്, അയാൾ ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരായി മാറും. നേരെ മറിച്ച് ബോബി ഫിഷറെ പോലത്തെ ഒരു ഭ്രാന്തൻ ജീനിയസ് എന്ന് വരുന്നില്ല. അതായത് നമ്മുടെ ബോർഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത രീതിയിലുള്ള മാജിക് കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്ന് വരുന്നില്ല. ക്രിക്കറ്റിലും അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിവിയൻ റിച്ചാർഡ്സിനെ പോലെ ഒരു സിംഹം ഇറങ്ങി വരുന്നത് പോലെ വരുന്ന നമ്മൾ ആ കാഴ്ച നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെയുള്ള നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സത്യത. നമ്മളുടെ ഒരു നാടൻ മനസ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. നമുക്ക് 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ചായപ്പിടിയിൽ പോയിട്ട് ഒരു ചായ കുടിക്കാൻ നമുക്ക് മോഹം തോന്നും, അല്ലേ? അത് ഇന്ന് കാണുന്നില്ല. ലോക ഫുട്ബോളിലും ലോക സ്പോർട്സ് രംഗത്ത് എവിടെയും തന്നെ എന്തിനു പറയുന്നു, ഡാൻസ് പ്രോഗ്രാമിൽ പോലും ഇല്ല. പ്രൊഫഷണലിസം കൂടി ഒരുതരം എന്താണ് പറയുക, ഈ പപ്പറ്റ് ഷോ പോലെ ആയി പഠിച്ച് നന്നായിട്ട് ചെയ്യും. പക്ഷെ അതിൽ നമ്മളെ അത്ഭുതപ്പെടുന്ന ഒന്നും ഉണ്ടാവില്ല. കാരണം എല്ലാം പെർഫെക്റ്റ് ആണ്, 100% മാർക്ക് കിട്ടും. പക്ഷെ ആ 100% മാർക്കല്ല, ചില സമയത്ത് വരുന്ന തെറ്റുകളും അതിൽ നിന്നുള്ള ചില തമാശകളും അതൊക്കെ അടങ്ങിയതാണ് ഒരു നല്ല, അതില്ല.